ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ മാവേലിക്കര വൈഫിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഫിഷിങ്ങിന് പോയായിരുന്നു. ഇതിന് മുമ്പ് പോയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് പള്ളിപ്പാട്. അപ്പോൾ ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. പിന്നെ ഇത് നമ്മൾ ഫിഷിങ്ങിന് പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് ചൂണ്ട വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ മാവേലിക്കര തന്നെ ഒരു കടയുടെ ഫ്രണ്ടിൽ വന്ന് വെയിറ്റിംഗ് ആയിരുന്നു. കട തുറന്നിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഒരു 10-20 മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ കടക്കാരൻ വന്ന് ചൂണ്ടയൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. ഞാനും എൻ്റെ ഒരു അനിയനുമായിട്ടാണ് ചൂണ്ടയ്ക്ക് പോകുന്നത്. നമ്മളെ സാധനമാണ് സ്റ്റിക്ക്, അതിൻ്റെ തീറ്റ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ സാധനം വാങ്ങിച്ച് നേരെ നമ്മൾ സ്പോട്ടിൽ എത്തിയായിരുന്നു. അവിടെ കൊണ്ടുവച്ചു. നമ്മൾ കഴിഞ്ഞതിൽ പോയ സ്ഥലം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഭയങ്കര വെള്ളമായിരുന്നു. എനിക്ക് അന്ന് മീനൊന്നും അങ്ങനെ അധികം കിട്ടിയില്ല. പക്ഷേ ഇപ്രാവശ്യം ചതിച്ചില്ല, അത്യാവശ്യം മീൻ കിട്ടിയായിരുന്നു. നമ്മൾ രാവിലെ പോയി ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ തന്നെ ഒരു തൂളിയും ഒരു ചെമ്പല്ലിയും കിട്ടിയായിരുന്നു. അതിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ടാണ് ഒരു രോഹു കിട്ടി. ഒരു 4-5 കിലോയുള്ള രോഹു. അതിൽ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന മാക്സിമം സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക. ഓക്കെ. ഇതാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയ തൂളിയും ഒരു ചെമ്പല്ലിയും. അതിന് ശേഷം എല്ലാം കൂടെ ഒരു 6-7 കിലോയ്ക്കകത്തുള്ള ഫിഷ് കിട്ടിയായിരുന്നു ഇന്നലെ. ഇത് കഴിഞ്ഞ് നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇത്. പക്ഷേ ഇതിൻ്റെ ചുറ്റുപാടൊക്കെ നല്ല എന്താ പറയുന്നത്, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നല്ല ശാന്തമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമാണ് ഈ ഒരു മീൻ കിട്ടിയത്. രോഹുവാണ്. ഒരു 4 കിലോയ്ക്ക് മുകളിൽ എന്തായാലും ഫിഷ് വരും. അങ്ങനെ അതിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ വൈഫിൻ്റെ അമ്മ തന്നെയാണ് അതിനെ വെട്ടി വൃത്തിയാക്കി, അതൊന്നും ചെയ്തിട്ടില്ല, വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ കറി വയ്ക്കുക അല്ലെങ്കിൽ വറുക്കുക ചെയ്യും. എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഞാൻ ഫിഷിങ്ങിന് പോയിട്ടുള്ളതില്ല. നമ്മളെ തിരുവനന്തപുരം ഭാഗത്തുനിന്നും ഇങ്ങനെ സ്റ്റിക്ക് അടിക്കാൻ പറ്റിയ സ്ഥലമൊന്നുമില്ല. അപ്പോൾ വല്ലപ്പോഴേക്കും മാവേലിക്കര വരുമ്പോഴത്തേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ വോയിസൊക്കെ നമ്മൾ സാധാരണക്കാരനാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിക്ക് ആണ് വീഡിയോസ് ഇടുന്നത്, വോയിസും ഡബ്ബിങ്ങും ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോസ്